അടുത്തിടെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്കു ശേഷം നമ്മൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശനും തുഷ വെള്ളാപ്പള്ളിയും പ്രതികളായ കെ മഹേഷിന്റെ ആത്മഹത്യാ പ്രേരണ കേസ്. ഈ കെ മഹേഷൻ എങ്ങനെ ആത്മഹത്യ ചെയ്തു, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കേരളം ചർച്ച ചെയ്തതാണ്. പ്രേക്ഷകർ ഒരു കാര്യം ആലോചിക്കണം. പി ദിവ്യ ഒരു ഭാഗത്ത് ആത്മഹത്യാ പ്രേരണ കേസിൽ ജയിലിൽ പോയി. അവർ പരസ്യമായ ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അവർ ജയിലിൽ പോയി. എന്നാൽ നോക്കൂ, പി ദിവ്യക്കെതിരെ നവീൻ ബാബുവിൻ്റെ ഒരു ആത്മഹത്യാക്കുറിപ്പും ഉണ്ടായിരുന്നില്ല. ഒരാളോട് പോലും ഒരു മൊഴി പോലും പറഞ്ഞിരുന്നില്ല. എന്നാൽ ആത്മഹത്യാക്കുറിപ്പുകൾ നിരന്തരം എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത കെ മഹേഷൻ, ആ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും തുഷ വെള്ളാപ്പള്ളിയും പോലീസ് ഇതുവരെ തൊട്ടിട്ടില്ല കേട്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ കേസിന് ജീവൻ വയ്ക്കുന്നു. പിണറായി സർക്കാർ അന്വേഷണം മരവിപ്പിച്ച കേസിൽ മുതിർന്ന നേതാവ് VM സുധീരന്റെ ഇടപെടലോടെ ശക്തമായ സർക്കാർ ഇടപെടലിന് കളമൊരുങ്ങുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വന്നു എന്ന് പരസ്യമാക്കിയാണ് SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന മഹേഷൻ 2020 ജൂൺ 24 ജീവനൊടുക്കിയത്. ആ കഥയൊന്ന് കേട്ടുവരാം. എന്റെ ജീവിതം എന്റെ നേതാവ് വെള്ളാപ്പള്ളി സാറിനും എന്റെ സുഹൃത്ത് KL അശോകനുമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂണിയൻ നേതാക്കൾക്ക് വേണ്ടി ഹോമിക്കുന്നു. താൻ സെക്രട്ടറി ആയിരുന്ന കണിച്ചുകുളങ്ങര SNDP യോഗം ഓഫീസിൽ കെ മഹേഷൻ ജീവനൊടുക്കിയതിന് പിന്നാലെ പോലീസ് കണ്ടെടുത്ത ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ പേരിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി VK നടേശൻ എന്ന വെള്ളാപ്പള്ളി നടേശൻ, മാനേജർ KL അശോകൻ, VN തുഷാർ എന്ന തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ പ്രതികളാകുന്നത്. ആത്മഹത്യയ്ക്ക് സ്വതവേ രജിസ്റ്റർ ചെയ്യുന്ന അസ്വാഭാവിക മരണത്തിനുള്ള കേസെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മഹേഷിന്റെ കുടുംബം ഹൈക്കോടതി വരെ പോയി ഉത്തരവ് വാങ്ങിയാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് ചേർത്ത് മാരാരിക്കുളം പോലീസിനെ കൊണ്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പരാതിക്ക് പിന്നാലെ 2020 മൈക്രോ ഫിനാൻസ് കേസ് ചൂടുപിടിച്ചപ്പോൾ പദ്ധതിയുടെ കോർഡിനേറ്ററായിരുന്ന തന്റെ മേൽ കുറ്റമെല്ലാം ചാരി നടേശൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന വിവരം മഹേഷിന് കിട്ടി. ഇതോടെ തട്ടിപ്പിൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തി 32 പേജ് കുറിപ്പെഴുതി യൂണിയനിലെ പലർക്കും മഹേഷൻ വാട്സാപ്പിൽ അയച്ചു. ഇതോടെ തെറ്റിയ നടേശൻ പോലീസിനെ സ്വാധീനിച്ച് തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്ക ശക്തമായതോടെയാണ് മഹേഷൻ ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. വെള്ളാപ്പള്ളിയുടെ അടുപ്പക്കാർ തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചുവെന്ന പേരുകൾ സഹിതം മഹേഷൻ കുറിച്ചുവെച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് ആലപ്പുഴയിൽ മൊഴി കൊടുത്ത 2020 ജൂൺ 8 എന്ന തീയതി വെച്ച് മഹേഷൻ എഴുതിയ കുറിപ്പിൽ ഇതടക്കമുള്ള വിവരങ്ങളുണ്ട്. പിന്നാലെ പത്തനംതിട്ടയിലെ മൈക്രോ ഫിനാൻസ് കേസിൽ മൊഴി കൊടുക്കാൻ നോട്ടീസ് വീട്ടിലെത്തി. ഇതോടെ കുരുക്ക് മുറുകിയെന്ന് ഉറപ്പിച്ച മഹേഷൻ സ്വന്തം വിധി എഴുതി. കോടതി നിർദ്ദേശിച്ചപ്പോൾ നിവർത്തിയില്ലാതെ കേസെടുത്തതൊഴിച്ചാൽ ഇത്തരമൊരു കേസിൽ സ്വീകരിക്കേണ്ട കാര്യക്ഷമമായ നടപടിക്രമങ്ങളൊന്നും ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.